പൊന്നുമക്കളെ, നഗരത്തിൽ പോയിട്ട് ശരീരമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സമയസമയത്ത് കത്തും എഴുതാൻ മറക്കരുത് കേട്ടോ. അമ്മ വിഷമിക്കാതിരിക്കെ. അമ്മ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അമ്മേ, ഞങ്ങൾ നഗരത്തിൽ നിന്ന് ഒരുപാട് പണം സമ്പാദിക്കും. കൂടാതെ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് മൂന്നുപേരും നഗരത്തിലോട്ട് പോകുന്നു. രമ അവളുടെ 3 മരുമക്കളായ സുമൻ, പൂജ, മീനു ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത്. കൂടെ പേരക്കുട്ടിയായ മോന്റവും കൂടെ താമസിക്കുന്നു. 2-3 ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നം ഗുരുതരമായി. മരുമക്കളെ കൊണ്ട് മക്കൾക്ക് വേണ്ടി ഒരുപാട് കത്തെഴുതിച്ചു. പക്ഷെ അവൾക്ക് അതിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അറിയില്ലല്ലോ ഇവര് 3 പേർക്ക് എന്താ പറ്റിയെന്ന്. കത്തിന് ഒരു ഉത്തരം പോലും തരുന്നില്ലല്ലോ. ശരി, അമ്മയ്ക്ക് ഉത്തരം തരാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഭാര്യമാർക്കെങ്കിലും ഉത്തരം തരണ്ടേ പിള്ളേര്. എനിക്ക് തോന്നുന്നത് അവരവിടെ പോയി കഴിഞ്ഞപ്പോ നമ്മളെയൊക്കെ മറന്നെന്ന്. അമ്മ, അങ്ങനെയൊന്നും അല്ലായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും അവര്. അതെ, അതിനും മാത്രം തിരക്ക് എന്താ ഉള്ളത്? സ്വന്തം കൊച്ചിനെ പോലും അന്വേഷിക്കുന്നില്ല. അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ അവര് വയറും നിറച്ച് ആഹാരം കഴിക്കുമായിരുന്നു. പിന്നീട് അവർ 1 ചപ്പാത്തിയാക്കി എല്ലാവർക്കും കൂടെ വേണ്ടി. ഇത് കാരണം മോണ്ടൂന് അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് രമയ്ക്ക് വിഷമമായിട്ട് ലാലയുടെ കടയിൽ പോയിട്ട് അവൾ പറയുന്നു, ലാല, എനിക്ക് കുറച്ച് റേഷൻ കടം തരാമോ? നിങ്ങൾക്ക് കടം തരാനോ? നിങ്ങള് നേരത്തെയും എന്നോട് കടം വാങ്ങിയതല്ലേ? എന്നിട്ട് പിന്നെയും നിങ്ങൾ കടം ചോദിക്കാൻ വന്നിരിക്കുന്നു? ലാല, എന്റെ മക്കൾ നഗരത്തിൽ നിന്ന് വന്ന ഉടനെ ഞാൻ ആദ്യം തന്നെ നിന്റെ കടമങ്ങ് തീർക്കാം. എല്ലാവരും 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. പിന്നെ എന്റെ ചെറുമോന്റെ കാര്യം അറിയാലോ, അവന് വയ്യാണ്ടായി തുടങ്ങി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിവിടെ ഇരിക്കുന്നത് ജനങ്ങളെ വെറുതെ സഹായിക്കാനല്ല. നേരത്തെ നിങ്ങൾ വാങ്ങിയതിന്റെ പൈസ എനിക്ക് തന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് കടമായിട്ട് ഒന്നും തരാൻ പോകുന്നില്ല. രമ വിഷമത്തോടെ തിരിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് അവൾ അവിടെ കാണുന്നത് അന്നദാനം. ആ അന്നദാനത്തിന്റെ ആഹാരം മേടിച്ച് അവൾ വീട്ടിലെത്തുകയാണ്. അതിൽ നിന്നും കുറച്ച് എല്ലാവരും കഴിച്ച് അന്നത്തെ രാത്രി ഉറങ്ങി. അന്നത്തെ രാത്രി നല്ല ഇടിയും മിന്നലും വന്ന് നല്ല രീതിയിൽ അവിടെ മഴ പെയ്യുകയാണ്. രമയുടെ പൊട്ടിയ മച്ചിൽ നിന്നും ഇറ്റിറ്റ് വെള്ളം താഴത്തോട്ട് വീഴാൻ തുടങ്ങി. അങ്ങനെ വീടിന്റെ അകത്ത് വെള്ളം നിറയാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിൽ നിന്നിട്ട് ആ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. മഴ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും എല്ലാ വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്താവുമോ എന്തോ. അതെ അമ്മേ, നമ്മുടെ വീടാണെങ്കിൽ കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്. പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അപ്പോൾ തന്നെ മച്ചിൽ നിന്നും ഒരു കഷ്ണം താഴത്തോട്ട് വീണു. രമ പെട്ടെന്ന് തന്നെ 3 മരുമക്കളെയും കൊച്ചുമോനെയും കൊണ്ട് പുറത്തിറങ്ങുകയായിരുന്നു. കനത്ത മഴ കാരണം അവരുടെ ആ മണ്ണിലുണ്ടാക്കിയ വീട് ഇടിഞ്ഞു താഴത്തോട്ട് വീണു. അമ്മേ, നമ്മുടെ വീട് ഇനി നമ്മൾ എന്താ ചെയ്യാ? മുത്തശ്ശി, ഇപ്പൊ നാം എവിടെ പോകുന്നു? ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കരച്ചിൽ വരികയായിരുന്നു. രമ തന്റെ 3 മരുമക്കളെയും കൊച്ചുമോനെയും കൊണ്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർ റോഡിന്റെ അവിടെ ഒരു വലിയ പൈപ്പുകൾ കണ്ടു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെല്ലാവരും അതിന്റെ അകത്ത് കയറിയിരുന്നു. അവര് വിശന്നിരുന്നിട്ട് ഇന്നേക്ക് 3 ദിവസമാകാൻ പോകുന്നു. രമ കൊച്ചുമോന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവള് പുതിയൊരു ജോലിക്ക് വേണ്ടി തെരഞ്ഞു നടക്കുകയായിരുന്നു. കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോൾ അവൾ എത്തിച്ചേർന്നത് ഒരു തട്ടുകടയുടെ മുമ്പിലായിരുന്നു. മുതലാളി, എനിക്ക് 3 മരുമക്കളും ഒരു കൊച്ചുമോനുമാണ് ഉള്ളത്. 3 ദിവസമായിട്ട് പട്ടിണിയാണ്. ഈ മഴയിൽ ഞങ്ങളുടെ മണ്ണിന്റെ വീട് പൊളിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി തെരഞ്ഞു നടക്കുക. ദയവായി എനിക്ക് എന്തേലും ജോലി തരുമോ? ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം. ഞാനിവിടെ ജോലി ചെയ്യാനായി ഒരു വേലക്കാരിയെ തിരയുകയായിരുന്നു. നിങ്ങൾ വന്നത് നന്നായി. നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാം. അതെനിക്ക് വലിയൊരു സഹായമായിരിക്കും. മുതലാളി, ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക്. രമ അവിടെ അടുത്ത ദിവസം തൊട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ മരുമക്കളെയും കൊച്ചുമോനെ അവളാണ് നോക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ പോയി. അങ്ങനെ ഒരു ദിവസം രമയുടെ 3 മക്കളും തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള ആൾക്കാർ അവരുടെ വീടിനെക്കുറിച്ച് പറയുകയും അവർ ആ തട്ടുകടയിൽ പോവുകയാണ്, എവിടെയാണോ അമ്മ ജോലി ചെയ്യുന്നത്. മക്കളെ കാണുമ്പോൾ തന്നെ രമയുടെ കണ്ണു നിറയുകയാണ്. കരഞ്ഞുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു, ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ? ഒരു കത്തിന് പോലും ഉത്തരം തരാതെ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ 3 പേരും പോയി കഴിഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയാ ഇവിടെ കിടന്ന് അനുഭവിച്ചത്? അമ്മേ, നഗരത്തിലെ ജോലിത്തിരക്ക് കാരണം അമ്മയ്ക്ക് കത്തെഴുതാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾ പോയതിന്റെ ഉദ്ദേശം പൂർത്തിയായി അമ്മേ. അതെ അമ്മേ, ഞങ്ങൾ 3 പേരും ഒരുപാട് പണം സമ്പാദിച്ചു. നമുക്കിനി ആ പൈസ കൊണ്ട് ഒരു പുതിയ വീട് നിർമ്മിക്കാം. പിന്നെ അമ്മയുടെ കൂടെ ഞങ്ങളും ജോലി ചെയ്ത് ഇവിടെ നിൽക്കാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ രമയ്ക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ 3 ജ്യേഷ്ഠന്മാരും കൂടെ ചേർന്ന് നല്ലൊരു വീട് വാങ്ങി. സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ്സും തുടങ്ങി. ഇപ്പോൾ അവർ അതിനേക്കാളും പൈസയാണ് ഉണ്ടാക്കുന്നത്.
മമത കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലെത്തി. നോക്കുമ്പോ 4 ചുറ്റിനും ഭിത്തിയാണ്. ഒരുപാട് മുറികളും. മുറികളിലെല്ലാം ബെഡും അലമാരയും. നല്ല അടുക്കളയും ഉണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടിൽ ടെറസ് ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് അവള് ഞെട്ടിപ്പോയി. ഈ വീട്ടിലെല്ലാം ഉണ്ട്, ടെറസ് ഇല്ലല്ലോ. നോക്ക് മോളെ, ഈ കുടുംബത്തിന്റെ പാരമ്പര്യമാണിത്. മമ്മത്തേക്ക് ഈ കാര്യം ദഹിച്ചില്ല. പരമ്പരയാണെന്ന് പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മ, അമ്മായി അച്ഛൻ അല്ലാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. ചേട്ടത്തി മരിച്ചുപോയിരുന്നു. അവൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അടുക്കള കയറിയപ്പോഴേക്കും ഈശ്വര, അടുക്കളയിൽ നല്ല വെയില് വന്നുണ്ടല്ലോ, ചൂടെടുത്ത് ചാവും. മമതയ്ക്ക് അത് താങ്ങാൻ പറ്റാതെ തല കറങ്ങി വീണു. അപ്പോഴേക്കും അടുക്കളയിൽ കുടുംബക്കാര് മുഴുവൻ വന്നു. ഈ കാലത്ത് പെമ്പിള്ളേർക്ക് ഒരു ശക്തിയുമില്ല. പായൽ, നീ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വാ. അവളുടെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പറ. എനിക്ക് വിശന്നിട്ട് വയ്യ. ശരി പപ്പ. പായൽ നേരെ മമതയുടെ ദേഹത്ത് ഒരു ബക്കറ്റ് വെള്ളം കോരിയിച്ചപ്പോ അവൾക്ക് ബോധം വന്നു. മമതയ്ക്ക് അവരുടെ ബിഹേവിയർ ഒട്ടും ഇഷ്ടായില്ല. എങ്ങനെയൊക്കെയോ അവൾ ആഹാരം വെച്ച് എല്ലാരും കഴിച്ചു. മമതയുടെ ഇന്ന് ആദിരാത്രി ആയിരുന്നു. ആദിരാത്രി കഴിഞ്ഞ് അവൾ കുറച്ചു കഴിഞ്ഞപ്പോ എണീറ്റു. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തു. ബെഡും സാധനങ്ങളൊക്കെ നനയാൻ തുടങ്ങി. മമത പെട്ടെന്ന് വീടിന്റെ പുറത്തിറങ്ങി നോക്കി. വേറെ ഏതോ വീടിന്റെ കൂരയിൽ പോയി ഇരുന്നു. അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ അവിടെ ചെന്നു. എടി വൃത്തികെട്ട പെണ്ണെ, നിനക്ക് ചൂടും പറ്റില്ല മഴയും പറ്റില്ല, എന്നിട്ട് വല്ലവന്റെ വീട്ടിൽ വന്നിരിക്കുന്നോ? ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ ബെൽറ്റൂരി അടിക്കണം. ഞാൻ ബെൽറ്റ് എടുത്തിട്ട് വരാം, അല്ലാതെ നടക്കില്ല ഈ കാര്യം. വേണ്ട പായൽ, എന്റെ കൈ ബെൽറ്റുണ്ട്. ഭർത്താവ് വീട്ടുകാരുടെ ഈ പെരുമാറ്റം കണ്ട് അവള് ഞെട്ടിപ്പോയി. ഇടിവെട്ട് മഴയും നല്ല മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു. മമതയുടെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും അവളെ വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരും ആ മഴയത്ത് തന്നെ സുഖമായി കിടന്നുറങ്ങി. മമതയ്ക്ക് ഉറക്കം വന്നില്ല. അവള് രാവിലെ വരെ അങ്ങനെ ഇരുന്നു. ഉച്ചയായപ്പോൾ അവളുടെ വീട്ടുകാരെല്ലാവരും പുറത്തേക്ക് പോയി. ഈ വീട്ടിലെ എല്ലാവരും എന്ത് വൃത്തിയേട്ടന്മാരാ. ബാക്കിയുള്ള വീട്ടിലൊക്കെ ടെറസ് ഉണ്ടല്ലോ, ഈ വീട്ടില് മാത്രമില്ല. എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാം. മമത അവളുടെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അപ്പോഴേക്കും കുറച്ച് സ്ത്രീകൾ നടക്കുകയായിരുന്നു. അവൾ അവരെ വിളിച്ചു വരുത്തി. അതെ, എനിക്കൊരു കാര്യം അറിയാനായിരുന്നു. ഈ വീട്ടിലെന്താ ടെറസ് ഇല്ലാത്തത്? ഈ കുടുംബത്തിന് എന്തെങ്കിലും അങ്ങനെ പരമ്പര വല്ലതും ഉണ്ടോ? നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ പുറത്ത് കറങ്ങാൻ പോയി കാണും. അതാ നീ ഇങ്ങനെ ഞങ്ങളോട് സംസാരിക്കുന്നത്. അത് പിന്നെ നിന്റെ വീട്ടുകാരെല്ലാരും ടെറസൊക്കെ പണിയാൻ നോക്കിയിരുന്നു. പക്ഷെ എപ്പോ പണിതാലും അത് താഴെ പൊട്ടി പോവും. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്ന് നോക്കി. അത് കൂടാണ്ട് വലിയ താന്ത്രികന്മാരും വന്നു. എപ്പോഴൊക്കെ ടെറസ് ഉണ്ടാക്കുവോ അത് തന്നെ താനെ പൊടിഞ്ഞു താഴത്തോട്ട് വീഴും. പക്ഷെ അതിന്റെ പുറകെ എന്തെങ്കിലും കാരണം ഉണ്ടാകണ്ടേ? നിന്റെ ചേട്ടത്തിയമ്മ മരിച്ചുപോയില്ലേ, അതിനുശേഷമാണ് ഇതെല്ലാം ഉണ്ടാവുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പ് വരെ ഇവിടെ ടെറസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടുന്ന് പെട്ടത് പോട്ടെ. നിന്റെ വീട്ടുകാരും എല്ലാം കണ്ടാലേ നിനക്ക് നല്ല വഴക്ക് കിട്ടും, അതാട്ടോ. ഇത്രയും പറഞ്ഞ് അവരവിടെ നിന്ന് പോയി. പയ്യെ വൈകുന്നേരം ആയപ്പോ മമത ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചു. അവളുടെ വീട്ടുകാരെല്ലാം കുടിച്ചിട്ടാ വന്നേ. എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നാ വൃത്തികെട്ട ഭക്ഷണം അടിയത്? നിന്റെ അച്ഛനും അമ്മയൊന്നും നിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലടി. നമുക്ക് ഇവളെ പൂട്ടിയിട്ട് അടിക്കാം. നമുക്ക് കൊറേ ആയിട്ട് ആരെ അടിക്കാൻ കിട്ടിയില്ല. സത്യം അമ്മ പറയണത്. ഭദ്രകാളിയെ ഞാനും 2 അടിക്ക് ഉറപ്പാ. അയ്യോ വേണ്ട, ഇനി ഞാൻ ഈ തെറ്റൊന്നും ചെയ്യില്ല. ഒന്നും മിണ്ടായിരിക്കടി പെണ്ണേ, ഞങ്ങൾ ക്ഷമിക്കാനൊന്നും പോണില്ല. നല്ല ദേഷ്യം വന്നിരിക്കുക. അവളെ വീട്ടുകാരെല്ലാരും കൂടെ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങി. അവള് നല്ല രീതിയിൽ നിലവിളിക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. എന്നും മമതേനെ അവരടിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചൂട് കാരണം അവൾ എന്നും തലകറങ്ങി വീഴുമായിരുന്നു. രാത്രി മുഴുവൻ മഴ പെയ്യുമ്പോഴും അവൾ ഉറങ്ങാതെ നനഞ്ഞവിടെ ഇരിക്കുമായിരുന്നു. അവൾക്ക് ഒട്ടും വയ്യാതെ ആയി തുടങ്ങി. അവളുടെ വീട്ടുകാര് പുറത്തെവിടെ പോയപ്പോഴേക്കും ഈ വീട്ടുകാർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്തായാലും ഉണ്ട്. ഈ രഹസ്യം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മമത അവിടുത്തെ മുറികളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്കൊരു പഴയ ഡയറി കിട്ടി. അത് ചേട്ടത്തിയുടെ ഡയറി ആയിരുന്നു. എന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തവരെ ഇവിടെ ഈ വീടിന് ടെറസ് ഉണ്ടാവില്ല. ഈ വീട്ടിലെ മരുമക്കളെ എപ്പോഴൊക്കെ ഉപദ്രവിക്കുമോ അപ്പോഴൊക്കെ ഇടിവെട്ടി മഴ പെയ്യും. ഏതെങ്കിലും മരുമക്കൾ ഇവർക്ക് എതിരായി നിന്നാൽ അപ്പൊ തന്നെ മഴ പെയ്യുന്നത് നിൽക്കും. ചേട്ടത്തിക്കുണ്ടായ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു മമതയ്ക്കും ഉണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ചേട്ടത്തി ഡയറി എഴുതി വെച്ച് വീട്ടിൽ തന്നെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്തു. മമത ആ ഡയറി വായിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ അർത്ഥം ചേട്ടത്തി മരിക്കാൻ കാരണം ഇവരൊക്കെ തന്നെയാണല്ലേ? ഇതിനെ ഒളിപ്പിക്കാൻ വേണ്ടി അവര് പരമ്പരയാന്നൊക്കെ പറഞ്ഞല്ലേ? രാത്രിയാകുമ്പോ അവർ വീണ്ടും കുടിച്ചിട്ട് വരും. രാത്രിയായപ്പോൾ മമത വേറെ ആരുടെയോ വീട്ടിലെ വരാന്തയിൽ പോയിരുന്നു. അപ്പോഴേക്കും കുടുംബക്കാരും മുഴുവൻ അവിടെ എത്തി. വിക്രം അവളുടെ മേൽ കൈ പൊക്കിയപ്പോ തന്നെ മമത അവന്റെ കൈ ഒന്ന് വളച്ചു. വിക്രം നിലവിളിക്കാൻ തുടങ്ങി. കുറെയായി നിങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. ഇനി ഈ കാര്യമൊന്നും ഇവിടെ നടക്കില്ല. അവൾ ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ മഴ നിന്നു. അപ്പൊ തന്നെ മമത ആലോചിച്ചു, ഞാൻ ഇവരെ എതിർത്തപ്പോ മഴ തന്നെ നിന്നു. അപ്പൊ ഡയറിയിൽ എഴുതിയത് സത്യമായിരുന്നു. ചേട്ടത്തിയുടെ ആത്മാവ് ഇവിടെ എവിടെയുണ്ട്. അടുത്ത ദിവസം രാവിലെ മമത വീട്ടുകാരെ മുഴുവനും കയറ് വെച്ച് കെട്ടിയിട്ടു.
എന്നിട്ട് അവൾ പുറത്തുപോയി മേസ്ത്രിയെയും മണ്ണും സിമന്റും ഒക്കെ കൊണ്ടുവന്നു. മേസ്ത്രി അപ്പൊ പറഞ്ഞു, എന്റെ ചേച്ചി വെറുതെ പൈസ കളയല്ലേ. ഞങ്ങളിവിടെ കുറെ പ്രാവശ്യം ടെറസ് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ നിന്നില്ല. ഇവിടെ ടെറസ് പണിയും ഇല്ലെങ്കിൽ ഇവരുടെ മേത്ത് വീഴും. വീട്ടുകാരൊക്കെ പേടിച്ചു പോയി. മോളെ, നീ അങ്ങനെ ചെയ്യല്. നീ ടെറസ് പണിതാൽ ആ ടെറസ് മുഴുവൻ ഞങ്ങളുടെ ദേഹത്തോട്ട് വീഴും. മിണ്ടാതിരിക്കത്തള്ളേ. ചേട്ടത്തി എവിടെയുണ്ടെങ്കിലും ആ ആത്മാവിന് ശാന്തി ലഭിച്ചിരിക്കും. ഇന്ന് ഇവരെല്ലാരും ടെറസിന്റെ അടിയിലും മരിച്ചു പോകും. അങ്ങനെ പയ്യെ പയ്യെ മേസ്ത്രി ടെറസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ വീട്ടുകാരൊക്കെ, മരുമോളെ ഞങ്ങളോട് ക്ഷമിക്ക്. ഇനി തൊട്ട് ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. എന്റെ അടുത്ത് മാത്രോ? ഇതിന് ശേഷം ഒരു മരുമകളുടെ അടുത്തും ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ. ഞങ്ങൾ ഇനി കുടിക്കുകയില്ല. മേസ്ത്രി ടെറസൊക്കെ പണിതു, പക്ഷെ അത് താഴെ വീണതുമില്ല. കൊടുങ്കാറ്റ്, മിന്നല്, മഴയൊക്കെ പെയ്തിട്ടും അത് വീണില്ല. ചേട്ടത്തിയുടെ ആത്മാവോടെ പ്രത്യക്ഷപ്പെട്ടു. മമത, ഇന്നിവര് മാപ്പ് പറഞ്ഞു. എന്റെ ആത്മാവിന് ശാന്തി കിട്ടിയത് ഇന്ന് നീ ഇതൊക്കെ ചെയ്തുകൊണ്ടാ. പക്ഷെ ഏതെങ്കിലും മരുമക്കളെ ഉപദ്രവിക്കുകയാണെന്ന് അറിഞ്ഞാൽ ടെറസ് ഇവർ ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഇടിഞ്ഞു വീഴുന്നത്. ഞങ്ങളോട് ക്ഷമിക്കരാധേ. ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. അവളുടെ ആത്മാവ് അപ്രത്യക്ഷമായി. അതിനുശേഷം എല്ലാരും സന്തോഷത്തോടെ ജീവിച്ചു. Thanks for watching.